നമസ്കാരം. നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി മാസം 8-ാം തീയതി ഉത്രാടം നക്ഷത്രമാണ്. 12 രാശിയിൽ വരുന്നവർക്ക് എന്തെല്ലാം ഫലങ്ങളാണെന്ന് നോക്കാം. മേടൻ രാശി അശ്വതി, ഭരണി, കാർത്തിക, കാൽ. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വലിയ ഭാഗ്യങ്ങളെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രവർത്തന രംഗത്തെല്ലാം കൂടുതൽ അംഗീകാരങ്ങളും ബഹുമതികളും എല്ലാം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കാനും സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അധികാര ലബ്ധിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. സാമ്പത്തിക സ്ഥിതിയെല്ലാം മെച്ചപ്പെടാനും യോഗമുണ്ട്. ഏത് ബിസിനസ് ചെയ്താലും അതെല്ലാം ശോഭിക്കാനും ആ കാര്യങ്ങളെല്ലാം നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കുന്നതാണ്. ദൈവാധീനം ഉള്ള ഒരു കാലം കൂടിയാണ് ഇപ്പോൾ. ഇടവൻ രാശി കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരമര. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് അത്ര നല്ല ദിവസമല്ല. പല കാര്യങ്ങൾക്കും പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങളെല്ലാം ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. ടെൻഷനും മനക്ലേശവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. ആരോഗ്യകാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അത്യാവശ്യമില്ലാത്ത യാത്രകളെല്ലാം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. പുതിയ സംരംഭങ്ങളൊന്നും ഇന്ന് തുടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മിഥുനരാശി മകയിര, തിരുവാതിര, പുണർദം, മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. പങ്കാളിയെ കൊണ്ടും ലാഭമുണ്ടാകുന്നൊരു ദിവസമാണ്. പുതിയ ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെല്ലാം ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. ദീർഘകാലമായിട്ട് കാത്തിരുന്ന ചില സന്തോഷ വാർത്തകളൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. സാമ്പത്തിക പുരോഗതിയും പഠന കാര്യങ്ങളിൽ നേട്ടങ്ങളും കൈവരിക്കാൻ സാധിക്കും. കർക്കിടക രാശി പുണർദം, കാല്, പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പൊതുവെ അലസത തോന്നാനും എല്ലാ കാര്യങ്ങളോടും മടി തോന്നാനും വിമുഖത തോന്നാനും ഒക്കെ സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള തോന്നലൊക്കെ ഉണ്ടാവും. ടെൻഷനും മനക്ലേശവും ചെറിയ അസുഖങ്ങൾക്കും എല്ലാം സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നതും ആവശ്യമായിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാനായിട്ട് തയ്യാറാവുകയും വേണ്ട ഒരു സമയമാണിപ്പോൾ. ചിങ്ങം രാശി മകം, പൂരം, ഉത്രത്തിൽ, കാല്. ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ളൊരു സമയമാണ്. വ്യാഴം 9-ൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ദൈവാധീനമുണ്ട്. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹുവും 7-ൽ നിൽക്കുന്ന ശനിയും ഒക്കെ ദോഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. സ്ഥാനക്കയറ്റം ലഭിക്കാനും സാമ്പത്തിക നേട്ടം കൈവരിക്കാനും സാധ്യത കാണുന്നുണ്ട്. ബന്ധുക്കളുടെ സഹായം ലഭിക്കാനും ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. കന്നിരാശി ഉത്രമുക്കാല്, അത്തം, ചിത്തിരാര. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നൊരു ദിവസമാണ്. തൊഴിൽ രംഗത്തും അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ധാരാളം യാത്രകൾക്കും യോഗമുള്ളൊരു ദിവസമാണ്. കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നിലനിൽക്കുന്നൊരു ദിവസമാണ്. അമ്മയുടെ ആരോഗ്യസ്ഥിതിയെല്ലാം മെച്ചപ്പെടുന്നൊരു ദിവസമാണ്. യാത്രകൾ കൊണ്ട് വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. വീട് നിർമ്മാണം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളായിട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട വീട് പുതുക്കി പണിയാനോ മോടി പിടിപ്പിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഇന്നത്തെ ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ അതെല്ലാം സക്സസ് ആവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. തുലാം രാശി ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാൽ. ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ സാധിക്കും. ചലച്ചിത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ കൂടുതൽ ഗുണകരമായിട്ടുള്ളൊരു ദിവസമാണ്. പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ഇന്ന് എടുക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പല ആലോചനകളൊക്കെ വിജയിപ്പിക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നു വന്നിരുന്ന ചർച്ചകളും മറ്റും പൂർത്തിയാക്കാനും ഇന്നത്തെ ദിവസം ഗുണകരമാണ്. ഈശ്വരാധീനമുള്ള ഒരു കാലമാണ്. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ഇന്ന് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അനുകൂലമായിട്ട് വരാനും നേട്ടം കൈവരിക്കാനും ഭാഗ്യം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നേടിയെടുക്കാനും എതിരായി നിന്നിരുന്നവരെ പോലും അനുകൂലമാക്കി മാറ്റാനും സാധിക്കുന്ന ദിവസമാണ്. വൃശ്ചികരാശി വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് ഇന്ന് പഠന പുരോഗതിയും പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളും പരീക്ഷയിൽ മികച്ച വിജയം നേടാനും സാധിക്കുന്ന ഒരു ദിവസമാണ്. ലേഖകന്മാർക്കും സാഹിത്യകാരന്മാർക്കൊക്കെ അവരുടെ മേഖലയിൽ കൂടുതൽ ശോഭിക്കാൻ സാധിക്കും. പത്രപ്രവർത്തകർക്കും ഇന്നത്തെ ദിവസം ഗുണകരമാണ്.
ഔദ്യോഗിക രംഗത്തെല്ലാം ശോഭിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. ദൈവാധീനം കുറഞ്ഞ ഒരു കാലമാണ്. ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടത്തിൽ കാൽ ഈ നക്ഷത്രക്കാരുടെ വിവാഹ കാര്യത്തിൽ ഇന്ന് തീരുമാനമാകാൻ സാധ്യത കാണുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായിട്ടുള്ളൊരു ദിവസമാണ്. ചലച്ചിത്ര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം ഗുണകരമായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധാരാളം പണം കൈവശം വന്നു ചേരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന അല്ലെങ്കിൽ തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ട് മാറുന്ന ഒരു ദിവസമാണ്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ ചെയ്തു തീർക്കാൻ സാധിക്കും. ദൈവാധീനമുള്ള ഒരു കാലമായതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവുമില്ലാതെ ശുഭകരമായിട്ട് മാറുന്ന ഒരു ദിവസമാണ് ഇന്ന്. മകരരാശി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമര ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അനാവശ്യ ചിലവുകളെല്ലാം വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പണനഷ്ടം സംഭവിക്കാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് പണം നിക്ഷേപിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നഷ്ടം വരാതെ പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കരുതലോടെ നിക്ഷേപിക്കുക. റിസ്ക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതും നല്ലതായിരിക്കും. പങ്കാളിയെ സഹായിക്കേണ്ടി അല്ലെങ്കിൽ പാർട്ട്ണറെ അങ്ങോട്ട് സഹായിക്കേണ്ടി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പങ്കാളിയുടെ കാര്യങ്ങളിലെല്ലാം നമ്മൾ കൂടുതൽ കരുതലും അവർക്ക് വേണ്ട കെയർ നൽകാൻ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ടെൻഷനും മനക്ലേശവും ഒക്കെ മാറി കിട്ടുന്നതാണ്. കുംഭം രാശി അവിട്ടമര, ചതയം, പൂറ്റാതി, മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് പണം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. ദീർഘകാലമായിട്ട് കാത്തിരുന്ന പല കാര്യങ്ങളും വിജയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. ഭാഗ്യമുള്ളൊരു ദിവസമായിട്ട് എല്ലാ കാര്യങ്ങളും ഇന്ന് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാൻ യോഗമുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾക്കെല്ലാം ഇന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ഇന്നലെ വരെ നടന്നില്ല എന്ന് വിചാരിച്ചിട്ട് മടിക്കാതെ ഇന്ന് ആ കാര്യത്തിന് ഒന്നും കൂടി ശ്രമിക്കാവുന്നതാണ്. ദൈവാധീനം കുറഞ്ഞ ഒരു കാലമായിരുന്നു, പക്ഷേ ഇന്നത്തെ ദിവസം വളരെയധികം ഗുണകരമാണ്.